ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എന്താ ചേട്ടാ, ഇപ്പൊ നമുക്ക് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഹി ഹാസ് ഹിസ് ഓൺ ക്രൗഡ് പുള്ളേഴ്സ്. അതേപോലെയാണ് ഞങ്ങൾക്ക് MG ചേട്ടൻ. യു ഹാവ് യുവർ ഓൺ ക്രൗഡ് പുള്ളേഴ്സ്. കാരണം ചേട്ടൻ എങ്ങനെ ചേട്ടാ ഒരു ക്രൗഡിനെ ഇത്ര നമ്മുടെ അടുത്തേക്ക്? അതെന്റെ ചേട്ടന്റെ കച്ചേരിക്ക് പോയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. 14 വർഷം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് 14 വർഷം ഞാൻ കച്ചേരിക്ക് കൂടെ പാടുകയും പോവുകയും ചെയ്തു. ചേട്ടൻ പബ്ലിക്കിന്റെ ഇംഗിതം അനുസരിച്ചാണ് പാടുന്നത്. ക്ലാസി ആയിട്ട് പാടണമെന്നുണ്ടെങ്കിൽ ആ രീതി പാടും, ഫാസ്റ്റായിട്ട് പാടണമെന്നുണ്ടെങ്കിൽ സെയിം കീർത്തൻ തന്നെ. ഇപ്പം ഗണപതിം ഭജേഹം എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടി സാർ മാവേലിക്കര. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് ലളിതകാലം പാടണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിം, അപ്പം ആ സ്പീഡ് വരുമ്പം ജനത്തിന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഗാനമേളയ്ക്ക് പോകുമ്പോൾ എനിക്ക് ലിസ്റ്റേ ഇല്ല. പുസ്തകം വെച്ചിട്ട് നേരെ അവർ ഇപ്പം ഞാൻ ആദ്യം 1-2 പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് പറയും, പറഞ്ഞാൽ അതിലിടൂ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറയും മറ്റേ കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കൊടുക്കിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറയും മറ്റേ സോനാരേ സ്വർണ്ണതിൽ, അങ്ങനെ പോകും. ചേട്ടാ ഇതൊരു മഹാപന്ന കളി കേട്ടോ. അതെല്ലാം പകുതി ഞാൻ ആസ്വദിച്ചൊരു പാട്ട്. ഒരു നല്ല പാട്ടൊന്ന് പാടി തന്നെ ഞങ്ങക്ക്. അതെ, ട്രെൻഡ് അല്ല, ഇപ്പൊ ട്രെൻഡിനാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ട്രെൻഡിന്റെ റിവേഴ്സ് ആയിട്ട് പോവാണ്. കാരണം എന്റെ ട്രെൻഡ് ഇപ്പൊ കണ്ടോണ്ടേയിരിക്കുകയാണ്, കണ്ട് ഇനി മടുക്കരുത്. അതുകൊണ്ട് ഐ എം ഗോയിങ് ബാക്ക്. അതായത് ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്, ബിച്ചുവേട്ടനാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജയവിജയ സാറാണ് അതിൻ്റെ മ്യൂസിക് എന്ന് തോന്നുന്നു. സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമാ പാട്ടാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുധയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലലിഞ്ഞു പോയി. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം. എന്ത് നല്ല പാട്ട്. Let's cook with love.